നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ വനിതാ സംവരണ ബിൽ ഇന്ത്യയിൽ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ ലോകസഭയിൽ നടക്കുകയാണ്. നമുക്കറിയാം, 2023 വനിതാ സംവരണ ബിൽ ഇവിടെ പാസ്സാക്കി. പക്ഷേ അന്ന് പാസ്സാക്കിയ ബില്ലും ഇന്ന് പാസ്സാക്കാൻ വേണ്ടി വോട്ടെടുപ്പ് നടക്കുന്ന ബില്ലും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ കാരണം? എന്താണ് അതിൽ ഉള്ള വ്യത്യസ്തത? അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഉത്തരേന്ത്യൻ ചാനലുകൾ പോലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ചാനലുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ കൃത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷം വളരെ ശക്തിയുക്തമായ രീതിയിലുള്ള എതിർപ്പുമായി മുന്നിട്ട് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ മാറ്റങ്ങളും ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിനു വേണ്ടി, സാധാരണ ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി. നമുക്കറിയാം, വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യം ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ 2023 രാജ്യസഭയിലും ലോകസഭയിലും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്ത ബില്ല് അതൊരു വനിതാ സംവരണ ബില്ല് ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നു. 543 സീറ്റിൽ 33% സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ധാരണ. 1989 രാജീവ് ഗാന്ധി പ്രയത്നിച്ച, 2009-10 കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് പ്രയത്നിച്ച, 2023 നടപ്പിലാക്കപ്പെടുന്ന വനിതാ സംവരണ ബില്ലിൽ കോൺഗ്രസിന് യാതൊരു വിധമായ എതിർപ്പുമില്ല എന്ന് രാഹുൽ ഗാന്ധി ഇന്നും ലോകസഭയിൽ ശക്തമായി പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ നടത്തുന്ന ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെ മറയാക്കി BJP ഒരു പുതിയ തന്ത്രം പ്ലാൻ ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ? നരേന്ദ്രമോദി പറഞ്ഞു, വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് പാസ്സാക്കപ്പെടേണ്ടതാണ്, പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. ഇത് BJPയുടെ ഭയത്തിൽ നിന്നുണ്ടായ ബില്ലാണ്. ഡീലിമിറ്റേഷൻ നടപ്പിലാക്കാൻ വേണ്ടി വനിതാ സംവരണ ബില്ല് കൂട്ടുപിടിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി രണ്ടാമത് പറഞ്ഞത്, ഇത് 2023 BJP കൊണ്ടുവന്ന ബില്ലല്ല, ഇത് രാഷ്ട്രീയപരമായ ഒരു ബില്ലാണ്, ഇതിനെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും. രാജ്യത്തെ സൈന്യം എന്ന് പറയുന്നത് BJP അല്ല, BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതെല്ലാം രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വളരെ കൃത്യമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി BJP നേതാക്കന്മാർക്കും അവിടെ ഇരിക്കുന്ന MP-മാരുടെയും നെഞ്ചത്ത് തറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകളുടെ ശരപ്രയോഗം നടത്തിയത് എന്നുള്ളതാണ്. BJPയെ ശക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു എന്നുള്ളതാണ്. മോദി ക്ഷീണിതനാണ്, മോദിക്ക് പഴയ ഊർജമൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു. മോദി ഇന്നലെ സംസാരിച്ചപ്പോൾ ഊർജത്തിന്റെ ഒരു കുറവുണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ടും സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ കൺകെട്ട് അല്ലെങ്കിൽ മായാജാലക്കാരൻ എന്ന് മോദിയെ പറഞ്ഞു. കാരണം ശക്തമായ രീതിയിൽ അദ്ദേഹം ഇത് അഭിസംബോധന ചെയ്ത് രാജ്യത്തിൽ സംസാരിച്ചില്ല. എന്താണ് സംഭവിച്ചത്, എത്ര പേർ മരിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരായിരുന്നു ഇതിന്റെ പിന്നെ, ഒട്ടനവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് കൊണ്ട് കൺകെട്ടുകാരൻ അല്ലെന്നുണ്ടെങ്കിൽ മായാജാലക്കാരൻ അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് എപ്പോഴും ദളിതർക്കൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത് ദളിതരെ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദളിതർ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകരുതെന്ന് BJP ലക്ഷ്യം വെക്കുന്നു എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞു. അതുപോലെ തന്നെ ജാതി സെൻസസ് മുന്നോട്ട് കൊണ്ടുവരാൻ BJP തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. പിന്നോക്കാവസ്ഥക്കാരുടെ സാന്നിധ്യം കുറഞ്ഞു പോകുമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടൊരു ഭരണം നടത്തുവാനാണ് BJP പുതിയ സംവിധാനത്തിലൂടെ തുനിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.
യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം നടത്തുന്നത് BJP ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം കുറെ അധികം എക്കാലത്തും ദളിതരോടൊപ്പം നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ തെക്കിന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാന്നിധ്യം കുറയും, അവരുടെ ഭരണഘടനയുടെ നിയമനിർമ്മാണ പ്രക്രിയയിലൊക്കെ അവരുടെ സാന്നിധ്യം, അവരുടെ ആവശ്യകത കുറഞ്ഞു നിൽക്കുമെന്നവർ പറഞ്ഞു. ഇത് സ്ത്രീകൾക്കുള്ള ബില്ലല്ല, ഇത് രാഷ്ട്രീയപരമായ BJPയുടെ ബില്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് രാജ്യവിരുദ്ധ ബില്ലാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി ഒരു ജാലവിദ്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഭരണപക്ഷ MP-മാർ അദ്ദേഹത്തിനെതിരെ വളരെ വലിയ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ് ഉണ്ടായത്. BJP അല്ല ഇന്ത്യയുടെ രാജ്യം, ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്നത് BJP അല്ല. നിങ്ങളല്ല സൈന്യം, നിങ്ങൾ വെറും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുട്ടിൽ സത്യം തിരയാൻ നേരുള്ള കണ്ണുകൾ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതൊരു രാജ്യദ്രോഹ ബില്ലാണെന്ന് ശക്തമായി അദ്ദേഹം വാദിച്ചു. രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷ MP-മാരോട് അവസാനമായി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് 16 എന്നുള്ളൊരു അക്കമാണ്. ആ അക്കം എന്താണെന്ന് നിങ്ങൾ താമസിയാതെ അറിയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചാറ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. അത് ഒരു ആശങ്ക ഉണ്ടാക്കി. ഇനിയിപ്പോ 16 MP-മാരുള്ള പാർട്ടിയെ പറ്റിയാണോ, അതോ എഫ്സീൻ ഫയൽ എന്ന് പറയുന്നത് 16 എണ്ണമാണ്, ഇനി അതാണോ, അതിന്റെ എന്തെങ്കിലും പുറത്തു വരാനാണോ എന്നുള്ള ആശങ്കകൾ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു തരത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ സംഭാഷണം നടത്തി. അപ്പോൾ രാജ്നാഥ് സിംഗ് ഉടനെ എഴുന്നേറ്റു, ഇത് മാപ്പ് പറയേണ്ടതായ വിഷയമാണ്, ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇത് രാജ്യത്തെ അപമാനിക്കലാണ്, നരേന്ദ്രമോദി മായാജാലക്കാരൻ എന്നുള്ളത് രേഖകളിൽ നിന്ന് പിൻവലിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കിരൺ റിജ്ജു അതിന്റെ രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞു. എന്നാൽ DMK കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ വന്നത്. എന്നാൽ മമതാ ബാനർജിയുടെ പാർട്ടിയെ ഈ ബംഗാളിൽ ഓൾറെഡി 33% സ്ത്രീകൾക്ക് സംവരണം ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെയും ഇത് വലുതായിട്ട് യേശില്ല എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയപരമായ നീക്കങ്ങളെ തടയിടുന്നത്. എന്നാൽ അടുത്ത ഇത് ശശി തരൂർ പറഞ്ഞ വാക്കുകളാണ്. അത് നമ്മൾ ചിന്തിക്കണം. 2016 ഡിമോണിറ്റൈസേഷൻ, അതായത് നോട്ട് നിരോധനം മണിക്കൂറുകൾ കൊണ്ട് നടത്തിയ ആ പ്രസംഗം ഇവിടെ നടക്കില്ല. അതുപോലെയുള്ള ഒരു കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് 850 സീറ്റുകളാക്കി വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ പറ്റി സെപ്പറേറ്റ് വനിതാ സംവരണ ബില്ലുമായിട്ട് ചേർത്തല്ല അത് പറയേണ്ടത്. ഇതൊരു രാഷ്ട്രീയപരമായ വലിയ ഒരു ചതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്, നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഭീതി പരത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം ഇന്ത്യയിലെ ജനങ്ങൾ BJPയുടെ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ BJPയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നു. മതം തിന്നു വയറ് നിറയ്ക്കാൻ കഴിയില്ല എന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഇന്ത്യൻ ജനത തിരിച്ചറിയുന്നതിന്റെ ഒരു തുടക്കമാണിത്. ഉറപ്പായും ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സമ്പദ്ഘടനയിൽ താഴോട്ട് പോയിരിക്കുന്നു, ദാരിദ്ര്യത്തിൽ കൂടിയിരിക്കുന്നു, ഭരണം വലിയ മോശമായിരിക്കുന്നു, ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പാവയെ പോലെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്ത് BJPയെ കൊണ്ടുണ്ടാകുകയാണ്. വളരെ കാലം കൊണ്ട് ഇന്ത്യ ആർജിച്ച ആ കരുത്തുകളെല്ലാം ഇവർ നശിപ്പിച്ചു കളയും. കോർപ്പറേറ്റുകളെ കൊണ്ട് അഴിമതി നടത്തുന്ന BJPക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായിരിക്കണം ഇപ്പോഴുള്ള ഈ നിലപാടുകൾ എന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ളത്.